മത്തായി 10:29 കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്തു വീഴുകയില്ല എന്നും 31 വാക്യത്തിൽ ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ എന്നും യേശു പറഞ്ഞിരിക്കുന്നുവല്ലോ. ക്രിസ്തുയേശു മുഖാന്തരം ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിന് ഏറെ വിലപ്പെട്ടവരും വിശേഷതയുള്ളവരും ആകയാൽ നമ്മളുടെ പിതാവായ ദൈവത്തിന്റെ അറിവും സമ്മതവും ഇല്ലാതെ നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കുകയില്ല. ജീവിതത്തിൽ വിവിധ കഷ്ടങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും അപമാനങ്ങളും അപവാദങ്ങളും ഒറ്റപ്പെടലുകളുമൊക്കെ വന്നതിനാൽ മനസ്സു തകർന്ന് സങ്കടം സഹിക്കുവാൻ കഴിയാതെ ആരും കാണാതെ അതിദുഃഖത്തോടെ കരയുന്നവരാണോ നിങ്ങൾ? എങ്കിൽ എൻ്റെ ദൈവം എന്നെ മറന്നു, എൻ്റെ ദൈവം എന്നെ കൈവിട്ടു എന്നിങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. സങ്കീർത്തനം 84:4 നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് 6 വാക്യത്തിൽ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു എന്ന് എഴുതിയിരിക്കുന്നതിനാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവരും നിത്യം ദൈവത്തെ സ്തുതിക്കുന്നവരും ആണെങ്കിലും ചിലപ്പോൾ കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ കടക്കേണ്ടി വന്നേക്കാം. എന്നാൽ അതിനെ അനുഗ്രഹപൂർണമാക്കി തരുവാൻ ദൈവം സർവശക്തനാകയാൽ നിങ്ങൾ ധൈര്യമായിരിക്കുക. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമ്മളുടെ കൂടെ ഉള്ളതിനാൽ നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിനായി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.